എനിക്ക് 1 വർഷത്തെ കുരിശുപള്ളി നേതാവിന്റെ മുമ്പിൽ വെച്ച് പറയുന്നു, 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഒരു ക്രൈസ്തവനായ ഷോൺ ജോർജിന് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആത്മാഭിമാനത്തോട് ജീവിക്കാൻ കഴിഞ്ഞത് ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷവും BJPയുടെ ഭാഗമായതിനു ശേഷമാണെന്ന് പറയാൻ ഷോൺ ജോർജിന് ഒരു മടിയുമില്ല. അത് എവിടെ നിന്നും ഷോൺ ജോർജ് പറയും. തികഞ്ഞ ക്രിസ്ത്യാനിയാണ് ഷോൺ ജോർജ്, തികഞ്ഞ വിശ്വാസിയാണ്. എനിക്ക് എന്റെ വിശ്വാസങ്ങൾക്കൊപ്പം നേരെ നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷമാണ്. അല്ല ഷൊണ്ണ, അതെന്താ? കഴിഞ്ഞ 27 വർഷമേ നീ ഈ BJPയിൽ ചേരുന്നതിന് മുമ്പ് നീ ക്രിസ്ത്യാനി അല്ലായിരുന്നോ? അല്ല, നിന്റെ തന്ത PC ജോർജ് തന്നെയല്ലേ? ഞങ്ങൾ അങ്ങനെയാണ് കേട്ടത്. കാക്കാനും അല്ലെങ്കിൽ വേറെ മതക്കാരും ഒന്നും അല്ലല്ലോ അല്ലേ? നീ ക്രിസ്ത്യാനായിട്ട് തന്നെ ജീവിച്ചതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി കഴിഞ്ഞ 27 വർഷമേ ഒന്നും പോരാത്തതിന് നീ ഒരു ഹിന്ദു പെണ്ണിനെ ചാടിച്ച് കെട്ടിയതും പോരാ, അതിനെ മതം മാറ്റി നിന്റെ വീട്ടിൽ കുത്തിരിപ്പിച്ച്. അപ്പം അവിടെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? അന്നും നീ തികഞ്ഞ ക്രിസ്ത്യാനി തന്നെ അല്ലായിരുന്നോ? ക്രിസ്ത്യൻ മതത്തിൽ കയറി ക്രിസ്ത്യാനികളുടെ കൂടെ കൂടി ക്രിസ്ത്യാനികളുടെ ആവശ്യത്തിന് കൂടി നിന്റെ തന്ത കൊരങ്ങൻ മരം ചാടുന്ന പോലെ പല പാർട്ടികളും ചാടി, ആ കൂട്ടത്തിൽ നീയും ചാടി. അതിലും നിന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നീ ഏതെങ്കിലും പള്ളിയിൽ പോണ സമയത്ത് നിന്നെ ആരെങ്കിലും വെടിവെച്ചിട്ടോ? അതല്ല, നീ വല്ല അമ്പലത്തിൽ കയറുമ്പോൾ നിന്നെ ആരെയും വെടിവെച്ചിട്ടോ? ഇല്ലല്ലോ. നീ പള്ളിയിലും പോയി, നീ കുർബാനയും കൂടി, നീ വെണ്ണും കെട്ടി, കുട്ടികളും ഉണ്ടായി, മാമോദീസയും നോക്കി. ഇനി എവിടെയാണ് നിനക്ക് ഈ കഴിഞ്ഞ 27 വർഷം ക്രിസ്ത്യാനി ആയി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടായത്? ഈ RSSന്റെ കൂടെ കൂടിയപ്പം നിനക്ക് എന്താ ഉണ്ടായത്? പിന്നെ വേറൊരു കാര്യമുണ്ട്, നീ RSSന്റെ കൂടെ കൂടിയപ്പം ഈ നാട്ടിൽ നിന്റെ ഇപ്പോഴത്തെ RSS തന്തമാര് കേക്കും കൊണ്ട് പള്ളി കയറി ചെല്ലുമ്പോഴേ ഇപ്പം അച്ഛന്മാർക്ക് പേടിയാ, ഉള്ളിൽ പന്നിപ്പടക്കം വരെ വെച്ചിട്ട് അവന്മാർ കയറി ചെല്ലുന്നത്. പോരാത്തതിന് ആരെങ്കിലും കരോളെന്നും പറഞ്ഞ് പിള്ളേർ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ഈ RSS കൂട്ടവന്മാരെ തല്ലി ഒടിക്കുന്ന അവസ്ഥ. ഏതെങ്കിലും ഒരുത്തന് പുൽക്കൂട് വെച്ച് കഴിഞ്ഞാൽ ആ പുൽക്കൂട് പൊളിച്ച് കളയുന്ന അവസ്ഥ. ഏതെങ്കിലും ഒരുത്തൻ പള്ളിയിൽ മാസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഹനുമാൻ ചാലിസ പറയുന്ന അവസ്ഥ. ഇനി ഏതെങ്കിലും പള്ളിയിൽ അച്ഛന്മാരെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ എവിടെയെങ്കിലും വല്ല മിഷനറി പ്രവർത്തനം ഒരു നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അവറ്റങ്ങളെ പിടിച്ച് പോലീസിലിട്ട് ജയിലിലാക്കി തല്ലിച്ചതയ്ക്കുന്ന അവസ്ഥ. ഇതൊക്കെ നിന്നെപ്പോലത്തെ കുറച്ച് ശിഖണ്ഡികൾ ഈ പറഞ്ഞ RSSൽ ചേർന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ മുമ്പ് ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, അതിനുശേഷം ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്. ഇവിടെ സുഖവും സന്തോഷവും സമാധാനത്തോടെ ജീവിക്കുന്നവരുണ്ട്. നിന്റെ പാർട്ടി കാരണം, നീ കാരണം, നിന്റെ തന്ത കാരണം ഇപ്പം സ്വൈര്യമില്ലാണ്ടായത് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക്. ലേശം ഉളുപ്പൊക്കെ വേണ്ടത് എമ്മാതിരി ചിലയ്ക്കുമ്പോൾ കഷ്ടം.